ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എടുക്കുന്നത് ഈദിൻ്റെ വെക്കേഷൻ ടൈമിലാണ്. അപ്പം ഈദിൻ്റെ വെക്കേഷൻ ടൈമിൽ നേരത്തെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈദിന് 10 ദിവസം അവധി ഉണ്ടല്ലോ. നമുക്ക് എവിടെ പോകണമെന്നുള്ള പ്ലാനിങ് ഒരു മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് ബഹ്റിൻ പോകാമെന്നും ദുബൈ പോകാമെന്നും അങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് അസർബൈജാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. എവിടുന്ന് ലാസ്റ്റ് പ്ലാൻ ഫിക്സ്ഡ് എവിടെ? ദമാമ്. പതിവ് പോലെ തന്നെ ദമാമ്. ഇവിടെ എപ്പോൾ അവധി കിട്ടിയാലും അല്ലെങ്കിൽ 10 ദിവസത്തെ ഈദിൻ്റെ അവധി അല്ലെങ്കിൽ എന്ത് അവധി വന്നാലും ആദ്യം പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം ദമാമായിരിക്കും. നമ്മളെപ്പോഴും ദമാമിൽ കോബാറാണ് പോകാറ്. അപ്പോൾ ഹാഫ് മൂൺ ബീച്ച്, കോബാർ കോർണിഷ് ഇതൊക്കെ കണ്ടു മടുത്തു. അപ്പം ഞാൻ തീരെ ഹാപ്പി അല്ലായിരുന്നു ദമാം പോകുന്നതിന്. അപ്പോൾ ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ബഹ്റിൻ പോകാന്നുള്ള വാക്കിൽ ഓക്കെ പറഞ്ഞ് ദമാം യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ദമാമിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് റൂമൊന്നും കിട്ടാനേ ഇല്ലായിരുന്നു, എല്ലാം ഫിൽഡായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു വെക്കേഷൻ അവധി തീരുന്നതിന് ഒരു 4 ഡേയ്സ് മുന്നെയാണ് നമ്മൾ റൂമൊക്കെ കിട്ടി ഓക്കെ പോകാമെന്ന് വെച്ചത്. അങ്ങനെ നേരെ റൂമിൽ ചെന്നു. റൂമിൻ്റെ ഡോറൊക്കെ തുറക്കാൻ ഒരു ടാസ്ക് തന്നെ അവിടെ നടന്നു. പിന്നെ റൂം പോയി വന്നിട്ട് റൂമൊക്കെ തുറന്നു തന്ന് എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്, വീണ്ടും പനിയായി. അങ്ങനെ റൂമിൽ വന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ്, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, കുറച്ചൊരു 10 സ്ഥലങ്ങളുടെ പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെവിടെയൊക്കെ എന്നൊക്കെ പോകണം, 1 ഡേ ട്രിപ്പാണ് ശരിക്കും. നമ്മൾ ഇന്നെത്തിയെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി റൂമിൽ നിന്ന്, റിയാദിൽ നിന്ന് രാവിലെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 9 മണിയായപ്പോൾ ഇറങ്ങി. എനിക്കൊന്നും ഒരു 12:30 1 മണി ആ ടൈമിൽ നമ്മൾ ദമാം എത്തി. അപ്പോൾ ദമാം എത്തി, റൂമിലെത്തി, ഫ്രഷ് ആയതിനു ശേഷം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോബാർ പോകുന്നില്ല, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തായിരുന്നല്ലോ. അപ്പം നമുക്ക് ദമാമിലെ ബീച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ദമാമിൽ ബീച്ചുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദമാമിലെ ബീച്ച് കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് തപ്പി ആദ്യം ഒരു ബീച്ചിലൊക്കെ പോയി. അവിടെ ഒന്നും ഇല്ലായിരുന്നു, അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒരു ലേക്ക് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ബീച്ചായിരുന്നു. അപ്പോൾ വേറൊരു ബീച്ച് നോക്കി. അപ്പം ഓക്കെ, ഇവിടെ നല്ല പുല്ലൊക്കെ വളർത്തി ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഒരു പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബീച്ചിൽ വന്നപ്പോൾ തീരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തില്ല. നിറയെ പായലുകളായിരുന്നു, തിരകളായിട്ട് അങ്ങനെ ഇല്ല, ചെറിയ ഓളങ്ങൾ പോലെയുള്ള ആയതുകൊണ്ട് തന്നെ ഈ പായലെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞിട്ട് ഈ പായലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തീരെ ഹാപ്പി അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഓക്കെ, നിറയെ ചിപ്പികളുണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ കുറേ ചിപ്പിയൊക്കെ പെറുക്കി. അങ്ങനെ കുറച്ച് നേരം ഇപ്പോൾ കല്യാണിക്കുട്ടി പറയുന്നുണ്ട്, അമ്മ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം. ആളോട് പറഞ്ഞത് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. അപ്പോൾ ആളിങ്ങനെ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആശിച്ച് നിൽക്കുമായിരുന്നു. വെള്ളത്തിലിറങ്ങലൊന്നും നടന്നില്ല. അങ്ങനെ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി വേറൊരു പാർക്കിൽ പോവുക ചെയ്തത്. ആ പാർക്കിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വ്ലോഗിൽ കാണിക്കാമേ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ദമാമിൻ്റെ കുറച്ച് ഭംഗി ആസ്വദിക്കാം, ഒരു റോഡ് ഡ്രൈവ് ഒക്കെ ആയിട്ട്. അങ്ങനെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ദമാമിലെ കുറച്ച്, അതായത് പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും തന്നെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു റോഡ് റൈഡ്. ഇത് നമ്മളൊരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, ആ ബീച്ചിൽ നിന്ന് വന്ന വഴികളാണ്. ആ സ്ഥലം ഏതാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. ഇതൊരു കൊച്ചു വീഡിയോ, ദമാം പോയ ഒരു റോഡ് ട്രിപ്പും അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും മാത്രമുള്ള ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഈ പ്രാവശ്യത്തെ ദമാം യാത്രയിൽ എനിക്ക് തോന്നുന്നു ആകെ വിസിറ്റ് ചെയ്ത ഒരു 2 പ്ലേസിലാണ്, ഒരു പാർക്കും ഒരു ബീച്ചും. ഇത് കാണിച്ച ബീച്ചല്ല, വേറൊരു സുന്ദരമായ ഒരു ബീച്ചിൽ നമ്മൾ പോയായിരുന്നു. ഭയങ്കര സുന്ദരിയായ ബീച്ച്. ഇത് നമ്മൾ റോഡിൽ തിരിച്ച് നമ്മൾ റിയാദിലേക്ക് ബീച്ചിൽ പോയിട്ട് നേരെ റിയാദിലേക്ക് പോരുമായിരുന്നു. ആ ടൈമിൽ റോഡിൽ കണ്ടതാണ്, നല്ല ഭംഗി തോന്നി, അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ദമാം എയർപോർട്ട് കാണാൻ പറ്റി. ഈ ദമാം യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞ ബീച്ചാണ്, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ ബീച്ചിൻ്റെ വിവരങ്ങൾ കാണിക്കാം. ദമാമിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അഞ്ജു. അവൾ കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അവൾ ഈ ബീച്ചിൻ്റെ പേരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞ കുറേ സ്ഥലങ്ങൾ നമ്മൾ
പോകാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവളോട് ചോദിച്ചത്, എടാ അവിടെ കാണാൻ പറ്റിയ പ്ലേസ് എന്തൊക്കെയാണ് എന്ന്. ഇപ്പം നമ്മൾ പോകുന്നത് ഭാഗത്താണ് എയർപോർട്ട്. നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ പോകുന്ന റോഡിനോട് ചേർന്ന് തന്നെ എയർപോർട്ട് കാണുന്നത്. ആദ്യമായിട്ടാണ് ദമാം എയർപോർട്ട് കാണുന്നത്. ആളൊരു ചില്ലറക്കാരനല്ല, ആൾക്കൊരു റെക്കോർഡൊക്കെ ഉണ്ടേ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ മനുവിനോട് പറഞ്ഞു, മനു നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു, നമ്മൾ എയർപോർട്ടിലേക്കാണോ വന്നത്? അപ്പോൾ പറഞ്ഞില്ല, ഇതാണ് നമ്മൾ പോകുന്ന റോഡ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് എയർപോർട്ട്. അങ്ങനെയാണ് മനു പറഞ്ഞത്. ഇതെന്താ റോഡും എയർപോർട്ടിൻ്റെ ഔട്ട് വഴിയായത്? ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആൻസറൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഡൗട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, അത്ര തന്നെ. നിങ്ങൾക്കറിയാമോ, ഈ എയർപോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ദമാമിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ വിസ്തൃതിയും സൗകര്യങ്ങളും എല്ലാം പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്നൊരു പേര് നമ്മുടെ ദമാം എയർപോർട്ടിനുണ്ട്. 780 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ എയർപോർട്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാക്കി മാറ്റിയതും ഈ വിസ്തൃതി തന്നെയാണ്. 6 നിലകളുള്ള ഈ ടെർമിനൽ 15 ഗേറ്റുകളും 11 ബോർഡിംഗ് ബ്രിഡ്ജുകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൽ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകൾ, പ്ലേ ഏരിയ എല്ലാം ഉണ്ട്. ഈ എയർപോർട്ടിനുള്ളിലാണ് റോയൽ ടെർമിനൽ, സൗദിയിലെ രാജകുടുംബത്തിന് ഔദ്യോഗികമായിട്ട് അതിഥികൾക്ക് വരാനൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ടെർമിനൽ. പിന്നെ സൗദിയിലെ എയർപോർട്ടുകളിൽ വെച്ചിട്ട് ദമാമിലെ എയർപോർട്ടിനുള്ള ഒരു വലിയ പ്രത്യേകതയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. സൗദിയിൽ ആദ്യമായിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ആരംഭിച്ചത് ഈ വിമാനത്താവളത്തിലാണ്. ദമാം എയർപോർട്ടൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടർന്ന്. ഓരോ സൂര്യാസ്തമയങ്ങൾക്കും നാളെയുടെ ഓരോ പ്രതീക്ഷകളുണ്ടെന്നല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും നാളെ ഒരു പ്രതീക്ഷയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി, ദമാം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ.